രവിട്ടാ ഒരു വടി കിട്ടോ? വടി എന്തിന്? ഇപ്പളെ തലയിലെ പേന്നെ ഞെക്കിയൊന്നും കൊല്ലാൻ പറ്റൂല, അടിച്ചെന്നെ കൊല്ലണം. പന്നിയുടെ സൈസാണ്. പന്നിയുടെ സൈസ് ആണെങ്കിൽ പിങ്കിയുടെ തലേന്ന് തന്നെയാണ്. ഇനി പിങ്കിനെ കുറ്റം പറഞ്ഞു. അവളെ തലയിൽ പേനുണ്ട്, പക്ഷെ ഇത് നിന്റെ തലയിൽ അഴുക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിറച്ചു വന്നോണ്ടിരിക്കണേ. എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. എന്തോന്ന് മാമ? അല്ല, കുറച്ചു മുമ്പ് ഇവളൊന്നും ഒരു കാര്യം പറഞ്ഞു. ഇനി അങ്ങനെ വല്ലതും തന്നെ ഇവക്ക് ഒരു ഐഫോൺ മാറ്റി ഓടറാ. അതിന്റെ ഒന്നും ആവശ്യമില്ല മാമ. കറക്റ്റ് കാര്യമാണ് അണ്ണൻ പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ അണ്ണ, അവളെ പാവലെണ്ണ വാങ്ങിച്ചോളൂ. അല്ല പാവല്ലേ വാങ്ങിച്ചോട്. ഇന്നൊരു കാഞ്ചി നീ വാങ്ങിച്ചോടും. ഞാൻ വാങ്ങിച്ചു കൊടുക്കണ പോലെ തന്നെ. അണ്ണൻ പോയാൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാം. ഞാൻ പോകുമ്പോ 20,000 രൂപ ഉറക്കേ ഇല്ലേ? 20,000 രൂപ? 20,000 രൂപ എന്ത് കുറഞ്ഞ പൈസ കൊടുക്കാൻ? എന്തോ വാങ്ങിച്ചോടെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. ഒരെണ്ണം മാറ്റി കൊടലേ. അതെങ്ങനെ മാമ? അവക്ക് വാങ്ങിച്ചു കൊടുത്തേ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഈ രണ്ടെണ്ണത്തിന് വാങ്ങിക്കാൻ പിന്നെ എനിക്ക് വാങ്ങിക്കണ്ടേ? നല്ല വളക്കുള്ള മണ്ണാണ്, നല്ല കൃഷി വെക്കല്ലേ. അല്ല എങ്കിൽ പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതൊരു ഐഫോൺ ഫാമിലിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. കറക്റ്റ് 3 ഫോൺ. അണ്ണാ 3 ഫോൺ വാങ്ങിക്കുമ്പോഴേ 20, 40, 60,000 രൂപയാണ് അണ്ണൻ ലാഭം ഉണ്ടാക്കാൻ പോണത്. 60,000 രൂപ? 60,000 രൂപ ലാഭം ഉണ്ടാക്കുമ്പോഴേ ഒരു 10,000 രൂപ എനിക്ക്. 10,000 രൂപ? ഓ, കമ്മീഷൻ. എന്റെ കയ്യിൽ ഇതിനൊന്നും പൈസ ഒന്നും ഇല്ല. മക്കളെ തുടങ്ങിക്കോ. ഒരു മിനിറ്റ് കോള് വരണം. അല്ലേ അവൻ തന്നെ. ഡേ പൈസ ട്രാൻസ്ഫർ ചെയ്യാനാ? ട്രാൻസ്ഫർ ചെയ്യാം. 1 അല്ല 3. എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വെള്ളം താഴ്ചിട്ട് ചെയ്യാം. ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ. എത്തിയില്ലടാ. അവൻ എത്തിയില്ല, ചെറുക്ക എത്തിയില്ലടാ. അവൻ കൊണ്ടുവന്ന ഫസ്റ്റ് ഫോൺ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ട് ഞാൻ തരിഞ്ഞേ. നീ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചാ മതി. കൊണ്ടുവന്നില്ലെന്ന്. ചെറുക്കം വന്നില്ലടാ. ഫോൺ കൊണ്ടുവന്ന ചെറുക്കം വന്നില്ലടാ. നീ എന്നെ പേടിപ്പിക്കാതെ, ഞാൻ കൊണ്ടുവരാൻ ഞാൻ. ഓ അതല്ലേ. ഓ നീ എടുത്തിട്ട് ആർക്കും കൊടുക്കൂ. ഓ തൊല്ല കേസടേ. ആ ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. 10 പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഓരത്തമാര് ഫോണും ഓഫ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. ഐഫോണല്ലേ? വരാറായി. അല്ല ഫോൺ വന്ന്, പക്ഷെ അവൻ വന്നില്ല. അല്ല ഫോൺ അവന്റെ കയ്യിൽ കിട്ടി, പക്ഷെ അവൻ വന്നില്ല. അത് അറബി വിട്ടില്ലെന്ന്. അത് അറബിക്ക് വിടാൻ തോന്നത്തോണ്ടായിരിക്കും. ടിക്കറ്റ് എടി അറബിയല്ലേ ബുക്ക് ചെയ്തത്, അപ്പൊ അറബിക്ക് മാറ്റി വെക്കല്ലോ. നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ. മറ്റേ ബാബോളം വന്നില്ല, പിന്നെ 6ഓളം കാക്കാന്നൊരു സംഭവം ഇല്ലേ? അങ്ങനെയല്ലല്ലോ. ഇത്ര കാര്യങ്ങൾ നീയാണെ ടെൻഷൻ അടിച്ചത്. നിനക്കെല്ലാം അറിയണ്ട, ഫുൾ ഓഫ് ഐഡിയാസ്. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ ഇതുപോലത്തെ ഐഡിയ നീ ബാക്കിയുള്ള ചോദിക്കുമ്പോഴും കൂടെ നീ അത് മകൾ മാറി. നീ ബാക്കിയുള്ളതും കൂടെ അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണോ നീ അങ്കിളുടെ കൂടെ നിൽക്കാൻ മനസ്സിലെ കൊട്ടക്ക് നിൽക്കണം. നീ അത് ഐഫോണാണ് പറഞ്ഞത്. കൊച്ചു കള്ളി ഇവിടെ കിടക്കുമല്ലോ, ഓർമ്മിക്കണം. അയ്യോ എൻ്റെ അമ്മു, 2 അവിടെ തന്നെ ഉണ്ടല്ലോ. പെണ്ണിനെ ഒരു വിധം ഒതുക്കി. ഇതുങ്ങളെ എന്ത് പറഞ്ഞ് ഒതുക്കി? ഒരു കാര്യം ചെയ്യാം, ഫോണിൽ ഒരു 2 മിനിറ്റ് അലാറം വെച്ചോണ്ട് പോയി ഒരു കോള് നാടകം നടത്തി അങ്ങ് ഒതുക്കാം. ഫോൺ ഇതുവരെ വന്നില്ലെന്ന്. അതിങ്ങ് വരും. അപ്പുറത്തെ ജംഗ്ഷനിൽ നല്ല വരണത്, ദുബായിൽ നിന്നാണ് വരണത്. സമയം എടുക്കും. എന്നാൽ ഇവന്റെ കാര്യം ഫോണോടെ ഫോണൊക്കെ ഓക്കെ, പക്ഷെ അവൻ വന്നില്ല. അവന് നാളെയാണെന്ന് ഫ്ലൈറ്റ്. നാളെ വരും. കാശൊക്കെ കൊടുത്ത കാര്യമാണ്. ഇനി ഇത്ര വൈകുന്നു. നാളെ വരും അണ്ണ. അണ്ണന്റെ ഒരു ഇത് കണ്ട അണ്ണ എല്ലാ സ്വത്ത് എന്റെ പേര് എഴുതി തന്ന പോലെയാണല്ലോ. അതല്ലേ എന്റെ കാര്യമായിട്ട് ഒരു ചെറിയൊരു ഡൗട്ട്. ഞാൻ ഇവിടെ നിൽക്കില്ലേ നിങ്ങളെ കൂടെ? എന്റെ കൂട്ടുകാരനല്ലേ കൊണ്ടുവരണത്. കൊണ്ടുവന്നാ മതി. അതാ ഫോണ് പറഞ്ഞു. അവൻ തന്നെ. പറടാ. പോടാ.
അയ്യോ നമ്മളെ തിരിച്ചോണ്ടിരിക്കണ ഉമ്മേ പോയാ അയ്യോ അവന്റെ ഉമ്മ മരിച്ചു അയ്യോ എടാ ഇവിടത്തെ കാര്യമൊക്കെ നമ്മൾ ഡീൽ ചെയ്തോളാം എടാ നീ അതൊന്നും ആലോചിക്കണ്ട ശ്ശേ നീ ഇങ്ങനെയാണ് നമ്മളെ പറ്റി വിചാരിക്കണത് പിന്നെ അതാ അവിടെ വലിയ കാര്യം നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി ആ എടേ അപ്പൊ നമ്മുടെ ഫോണ് എന്തോന്ന് പറഞ്ഞു ഒരാളോ മരിച്ചിരിക്കുന്നു ഫോൺ അത് ഞാനല്ല വിളിച്ചിരിക്കുന്നത് ഹലോ ആ എടാ നീ പറയടാ ആ കുഴപ്പമൊന്നുമില്ല മണി 2 ആഴ്ച ആവുന്നു 2 ആഴ്ച ആവട്ടെ ഒരു അത്യാവശ്യം വന്നിട്ടല്ലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ അല്ല മണി ഇതൊക്കെ ഉള്ളത് തന്നെ എന്തോന്ന് മരണോ ഓ ആരെങ്കിലും മരണത്തെ പറ്റി കള്ളം പറയുമോ അല്ല ഇവന്റെ കാര്യമാണ് ഞാൻ ആരെങ്കിലും വിശ്വസിച്ച് മനുഷ്യ